ഹായ് ഓൾ, വെൽക്കം ടു മൈ മെൻറ്റർ റിവിഷൻ ലീഗ്. എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സാണിന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ്റെ ഭാഗമായിട്ട് ടോപ്പിക് വൈസായിട്ടുള്ള സാമ്പത്തിക മേഖലയെക്കുറിച്ച്, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് 2025 തൊട്ട് മുമ്പ് കഴിഞ്ഞ വരെ PSC നടത്തിയ എക്സാമിൻ്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ തുടർച്ചയാണ്. ബാക്കി വരുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി നോക്കുന്നത് RBIയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് 2025 എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റിൽ PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സും കഴിഞ്ഞ ക്ലാസ് പോലെ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കൃത്യമായി കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞു പോയിട്ടുണ്ട്, SCERTയുടെ ഫാക്റ്റുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും ഈ ഒരു സെഗ്മെൻറ്റും തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കാണണം. വരാനിരിക്കുന്ന 2026 പ്രധാനപ്പെട്ട എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഉപയോഗപ്പെടും. അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന PSCയുടെ പ്രധാനപ്പെട്ട 10th ലെവൽ, അതുപോലെ തന്നെ നമ്മുടെ 12th ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാമിനായിട്ടുള്ള കോഴ്സുകൾ മൈ മെൻറ്റർ PSC ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ പഠിക്കാനുള്ളൊരു സമയമാണ്. നമുക്ക് കൃത്യമായി ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു പോകാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ PDF മൈ മെൻറ്റർ PSC ആപ്പിൻ്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാങ്കിങ് മേഖല, അതുപോലെ തന്നെ RBIയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ചോദ്യങ്ങൾ PSC ഇപ്പോൾ നിരന്തരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളും അതുപോലെ തന്നെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ. എന്ത് കമ്മീഷൻ? ഹിൽട്ടൺ യങ് കമ്മീഷൻ. നമുക്കറിയാം ഏത് കമ്മീഷനാണെന്ന് അറിയാം. ആ കമ്മീഷനുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഈ താഴെ പറയുന്ന ഏതിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 ഓപ്ഷനുകളുണ്ട്. SBI ഉണ്ട്, RBI ഉണ്ട്, NDC ഉണ്ട്. ഓപ്ഷൻ D ഇവയൊന്നുമല്ല. ഏത് കമ്മീഷനാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. കൃത്യമായി RBI പഠിക്കുമ്പോൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കണക്റ്റഡ് ആയിട്ട് നോക്കാം. ഹിൽട്ടൺ യങ് കമ്മീഷനെ കുറിച്ച് നമ്മൾ അറിയണമല്ലോ. ഈ കമ്മീഷൻ 1926 ഫോം ചെയ്യുന്നത്. ഹിൽട്ടൺ കമ്മീഷൻ ഫോം ചെയ്യുന്നത് 1926 ആ കമ്മീഷൻ്റെ ഔദ്യോഗിക പേരെന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഒരു കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പഠിക്കുമ്പോൾ ഔദ്യോഗികമായി ഒഫീഷ്യലായിട്ട് ആ കമ്മീഷൻ്റെ പേരെന്താണ്? റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. എന്താണ്? റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന ഔദ്യോഗിക നാമത്തിലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്നത്. 1926 ആ കമ്മീഷൻ RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. കറക്റ്റ് ആണല്ലോ? കൃത്യമാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് RBIയുമായി ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രധാനമായി ബേസ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. RBI നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. RBI എന്താണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ്, അല്ലേ? സെൻട്രൽ ബാങ്ക് ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമുക്കറിയാവുന്ന പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിച്ചാൽ ഇങ്ങനെ PSC എടുത്തെടുത്ത് ചോദിക്കും. അപ്പം നമ്മളത് പഠിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ എന്ന് രൂപീകരിച്ചു? 1935 ഏപ്രിൽ മാസം 1-ാം തീയതി. 1935 ഏപ്രിൽ മാസം 1-ാം തീയതി ഏത് നിയമപ്രകാരമാണ് എന്നുകൂടി നമ്മൾ കൃത്യമായി പഠിക്കുക. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. എവിടെയാണ്? കൊൽക്കട്ടയിൽ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എങ്ങനെയാണ്? 1935 എവിടെയാണ് ഇത് സ്ഥാപിക്കുന്നത്? കൊൽക്കട്ടയിലാണ്. കൃത്യമായി ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെ 35 സ്ഥാപിതമായ RBI കൊൽക്കട്ടയിൽ ആസ്ഥാനമായിരുന്നുവെങ്കിൽ 37 ആയപ്പോഴേക്കും 1937 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അതിൻ്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റി. കൃത്യമല്ലേ? നമ്മളത് കണക്ട് ചെയ്താ പഠിക്കുന്നത്, അല്ലേ? അപ്പം മുംബൈയിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയ RBI നാഷണലൈസ് ചെയ്യുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1949 ജനുവരി മാസം 1-ാം തീയതി. എന്നാണ്? 1949 ജനുവരി മാസം 1-ാം തീയതി RBI നാഷണലൈസ് ചെയ്തു, അഥവാ എന്ന് മലയാളത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ടു. കൃത്യമാണല്ലോ? നമ്മൾ RBIയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
കൃത്യമല്ലേ? ഓക്കെ, അപ്പം RBI ബന്ധപ്പെടുന്ന ഹിൽട്ടൺ ആൻഡ് കമ്മീഷനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. അടുത്തൊരു ഓപ്ഷൻ എന്തായിരുന്നു? SBI. SBI സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് ഏത്? പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? SBI എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ SBI എന്ന് പറയുന്ന ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റിയുടെ പേര് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് കമ്മിറ്റി ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയാണ് ആ ഒരു കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷൻ AD ഗോർവാല ആയിരുന്നു. അപ്പം AD ഗോർവാല അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയുടെ കാരണമായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ശുപാർശ പ്രകാരമാണ് എന്ത് സംഭവിക്കുന്നത്? SBI രൂപീകരിക്കാൻ കാരണമാകുന്നത്. അങ്ങനെ SBI 1955 ജൂലൈ മാസം 1-ാം തീയതി നാഷണലൈസ് ചെയ്തു, അഥവാ ദേശസാൽക്കരിക്കപ്പെട്ടു. അതും പഠിച്ചു വെക്കുക. 1955 വർഷം ഓർത്ത് വെച്ചേക്കുക, ജൂലൈ മാസം 1-ാം തീയതി. കൃത്യമാണല്ലോ? ഓക്കെ. SBIയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1806 ജൂൺ 2-ന് ഫോം ചെയ്തിട്ടുള്ളൊരു ബാങ്കാണ് ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന് പറയുന്നത്. അതിനുശേഷം ബാങ്ക് ഓഫ് മദ്രാസ് 43-ൽ ഫോം ചെയ്ത ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ 1840 ഫോം ചെയ്ത ബാങ്ക് ഓഫ് ബോംബെ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബംഗാൾ 1809 ഈ ബാങ്ക് ഓഫ് കൽക്കട്ടയുടെ നാമം മാറ്റിയതാണ് ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 3 ബാങ്കുകളും കൂടെ ലയിപ്പിച്ചുകൊണ്ട് 1921 അത് നോക്കി വെച്ചിരിക്കുക. 21 എന്താണ്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നു. 1921 ജാനുവരി മാസം 27-ന് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഫോം ചെയ്യുകയാണ് അല്ലേ? ആ ബാങ്കാണ് പിന്നീട് SBI എന്ന പേരിലേക്ക് മാറുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ജൂലൈ മാസം 1-ാം തീയതി എന്തായിട്ട് മാറുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരും ഒക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. നാളെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് PC ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പൊ അത്രയും എന്താണ്? SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. പിന്നീട് അത് SBI ആയിട്ട് മാറുന്നത് 1955 ജൂലൈ മാസം 1-ാം തീയതിയാണ്. കൃത്യമാണല്ലോ? ഓക്കെ. ഇനി അടുത്തത് NDC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന കൗൺസിൽ. അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചത് എന്നാണെന്ന് കൂടി നോക്കാം. 1952 ഓഗസ്റ്റ് മാസം 6-ാം തീയതി. 1952 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് NDC അല്ലെങ്കിൽ ദേശീയ വികസന കൗൺസിൽ രൂപീകരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ചോദ്യത്തിനുമായിട്ട് ബേസ് ചെയ്ത് നമ്മൾ പ്രധാനപ്പെട്ട ആ ഒരു ഓപ്ഷൻ്റെ കൂടി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൃത്യമാണല്ലോ 1-ാമത്തെ ചോദ്യം? ഇനി നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2-ാമത്തെ ചോദ്യവും RBI ബന്ധപ്പെട്ടതാണ്. എന്താണ്? RBIയുടെ ധർമ്മങ്ങളെക്കുറിച്ചാണ്. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനുകളും തന്നിരിക്കുന്നത് RBIയുടെ ധർമ്മങ്ങൾ. ആദ്യത്തെ ചോദ്യം RBIയെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തറിയണം? RBIക്ക് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് RBIയുടെ ജോലികൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. എന്തൊക്കെയാണ്? നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. നമ്മൾ ആദ്യം ഓപ്ഷൻ നോക്കാം. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നതാണ് 2-ാമത്തെ ഓപ്ഷൻ. അത് കറക്റ്റ് അല്ലേ? അതെ. സർക്കാരിൻ്റെ ബാങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ C. അത് ശരിയാണോ? അതും ശരിയാണ്. അടുത്ത ഓപ്ഷൻ എന്താണ്? പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ D ആണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കി 3 ഓപ്ഷനുകളും എന്താണ്? RBIയുടെ ധർമ്മങ്ങൾ അഥവാ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് RBI ചെയ്യുന്നത്? ഒന്നാമത്തെ നമുക്കറിയാം, കറൻസി അച്ചടിച്ചിറക്കുന്നു. ഫസ്റ്റ് RBI ചെയ്യുന്ന കാര്യമാണ് കറൻസി അച്ചടിച്ചിറക്കുക. നമ്മുടെ നോട്ട്, അതായത് 1 രൂപ നോട്ടും നാണയങ്ങളും ഒഴികെയുള്ള കറൻസികളെല്ലാം അച്ചടിക്കുന്നത് ആരാണ്? RBI ആണ്. 1 രൂപ നോട്ട് അതുപോലെ തന്നെ നാണയങ്ങൾ ഫിനാൻസ് വകുപ്പാണ് അല്ലേ? ഫിനാൻസ് വകുപ്പാണ് അച്ചടിക്കുന്നത്. ഓക്കെ, അത് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ അതിൽ ഒപ്പിടുന്ന 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? ഫിനാൻസ് സെക്രട്ടറി ആണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് അത് ഓർത്ത് വെച്ചിരിക്കുക. കറൻസി അച്ചടിക്കുന്നത് ആരുടെ ധർമ്മമാണ്? RBIയുടെ ധർമ്മമാണ്. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു.
ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് അല്ലേ. അപ്പം ഇന്ത്യയിലുള്ള ബാങ്കുകളെ നിയന്ത്രിക്കുകയും അതുമായി ബാങ്കിങ് മേഖലയൊക്കെ നിയന്ത്രിക്കുന്നത് RBI ആണ്. അതുകൊണ്ട് തന്നെ RBI എന്താണ്, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. മറ്റൊന്ന്, പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മാർക്കറ്റിലുള്ള പണത്തിൻ്റെ അളവ്, അതുപോലെ അതുമായി ബന്ധപ്പെടുന്ന വായ്പകളൊക്കെ നിയന്ത്രിച്ച് ഒരു നമ്മുടെ എന്താണ് ധനമേഖല അല്ലെങ്കിൽ നമ്മുടെ പണവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെയൊക്കെ കൃത്യമായി എന്താണ് നിയന്ത്രിക്കുന്നത് RBI ആണ്. അപ്പോൾ അതും RBIയുടെ ധർമ്മമാണ്. ഈ പറയുന്ന ധർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് SCERTയുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പാർട്ടിലെ മാറിയ സിലബസിലാണ്. അപ്പം അതിൽ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ചാപ്റ്റർ, ഏറ്റവും ഒടുവിലത്തെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ പണവും അതുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നമുക്ക് കൃത്യമായി ധർമ്മങ്ങൾ കാണാൻ പറ്റും. ഞാൻ അതിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ പോയിന്റ്സും എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് അല്ലേ RBI ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പ്, അതുപോലെ തന്നെ എന്താണ്, വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട് കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകളും ആര് തന്നെയാണ് ചെയ്യുന്നത്, RBIയുടെ ധർമ്മമാണ്. മറ്റൊന്ന്, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. RBI എന്താണ് റിപ്പോർട്ടുകൾ, പണ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് RBIയുടെ ധർമ്മമായിട്ട് ബന്ധപ്പെടുന്നത്. നമുക്ക് ഡയറക്റ്റ് RBI ആയിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടോ? ഇല്ല. ജനങ്ങൾക്ക് ഡയറക്റ്റ് RBI ആയിട്ടൊരു കോൺടാക്റ്റ് ഇല്ല. ബാങ്ക് വഴിയാണ് ഈ RBIയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ D എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താന്ന് വന്നത്, തെറ്റായിട്ട് വന്നിട്ടുള്ളത്. കൃത്യമായി നോക്കുക RBIയുടെ ധർമ്മങ്ങൾ. RBIയുമായി ബന്ധപ്പെടുന്ന 2 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ചോദ്യം എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരി ഏതാണെന്നുള്ളതാണ്. ഈ പ്രാവശ്യവും അത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം വിവിധ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PSCക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഇതെല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നെന്താ, 1935 സ്ഥാപിതമായി. കറക്റ്റ് അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചു. 34ന്റെ ആക്ട് പ്രകാരം 35 എന്ത് സ്ഥാപിച്ചു, RBI സ്ഥാപിച്ചു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റൊന്ന് എന്താണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചില്ലേ, ബാങ്കുകളുടെ ബാങ്ക് ധർമ്മത്തിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ. ഓക്കെ, അടുത്തത് ആസ്ഥാനം മുംബൈ ആണ്. പഠിച്ചു അല്ലേ. 1937 കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് ആസ്ഥാനം മാറ്റുന്നത്. പഠിച്ചു. അപ്പോൾ 3 പോയിന്റ് പഠിച്ചു. അടുത്തത് ധനനയം നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ധനനയം നിയന്ത്രിക്കുന്നു എന്നുള്ള ആൻസർ എന്താണ്, തെറ്റാണ്. അതിൽ നമ്മുടെ ഓപ്ഷൻസിൽ ഈ പറയുന്ന 1, 2, 3 ശരിയാണ്, അതുപോലെ തന്നെ 4 തെറ്റാണ് എന്നുള്ളതാണ് വരേണ്ടത്. ആ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ അത് ആൻസർ ഇല്ല. നമ്മൾ ജസ്റ്റ് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം. ധനനയം നിയന്ത്രിക്കുന്നത് RBI അല്ല. എന്താണ് ധനനയം എന്നുള്ളത് നമ്മൾ അറിയണം. ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. എന്താണ് ഫിസ്ക്കൽ പോളിസി? അതായത് ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ടാക്സുകളുമായി ബന്ധപ്പെടുന്നതിനെയാണ് നമ്മൾ ധനനയം എന്ന് പറയുന്നത്. ആണല്ലോ. നികുതി ചുമത്തുക, ഗവൺമെൻറ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയത്തെ എന്തെന്ന് പറയുന്നു, ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് ആണ് നിയന്ത്രിക്കുന്നത്, ആരല്ല, RBI അല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ധനനയത്തിനു പകരം പണനയം എന്നായിരുന്നുവെങ്കിൽ, അതായത് മോണിറ്ററി പോളിസി എന്നായിരുന്നുവെങ്കിൽ അത് നിയന്ത്രിക്കുന്നത് ആരാണ്, RBI ആണ്. പണനയത്തെ നിയന്ത്രിക്കുന്നത് RBIയും ധനനയത്തെ നിയന്ത്രിക്കുന്നത് ആരുമാണ്, സർക്കാരുമാണ്. കൃത്യമായിട്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ്റും മോണിറ്ററി പോളിസി ആരാണ്, RBIയുമാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ധനനയം ആയതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അവിടെ പണനയമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാം ശരിയാണെന്ന് ക്ലോട്ട് ചെയ്യാമായിരുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യവും നോക്കാം. പിന്നെ എന്താണ്, ഇതും കറണ്ട് അഫെയർസ് ബേസ് ചെയ്ത ചോദ്യമാണ്. അപ്പോൾ RBIയുടെ ഒരു പ്രത്യേകത ഏതാണ്, നമുക്ക് കറണ്ട് അഫെയർസ് ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഏതെന്ന് പറയുന്നത് RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് മേഖല. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ ആകുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ്, പുറത്തും അകത്തുമൊക്കെ എന്താണ് കടലാസിൻ്റെ ഉപയോഗം കുറയ്ക്കുക, കുറച്ചുകൂടി ഡിജിറ്റൽ ആകുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. എയിൽ ഉത്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ, ബിയിൽ സഞ്ജയ സാഖ്യ,
സി സാരഥി പ്രവാഹ്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി സുലേഖ സേവന എന്ന് പറയുന്ന ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. കാരണം 2025 UK ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച RBIയുടെ ഡിജിറ്റൽ സംരംഭങ്ങളാണ് നമ്മുടെ ഈ ഓപ്ഷൻ സി ആയിട്ടുള്ള സാരഥി പ്രവാഹ്. സാരഥി അല്ലെങ്കിൽ സാർത്തി എന്ന് പറയാം, പ്രവാഹ് സാരഥി എന്ന് പറയുന്ന 2 ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് 2025 UK ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം PSCയിൽ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിലും എക്കണോമിക്സ് എന്ന് പറയുന്നത് കൃത്യമായി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് വീഴും. ഓക്കെ അല്ലേ? അപ്പം അത് നോക്കുക. അപ്പം ഇതിന് ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? സാരഥിയും പ്രവാഹം, ഓപ്ഷൻ സി എന്ന് പറയുന്ന സാരഥി പ്രവാഹമാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവിടെ നമ്മൾ അറിയേണ്ടത്. UK ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചു 2025. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആ ഒരു 2 ഓപ്ഷനുകൾ സാരഥി പ്രവാഹം എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഓപ്ഷൻ എയിൽ പറയുന്ന ഉദ്ഗം പോർട്ടൽ ഉണ്ട്. എന്താണ് ഉദ്ഗം പോർട്ടൽ ഉണ്ട്? എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളിലെ ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു കേന്ദ്രീകൃത വെബ് പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ എന്ന് പറയുന്നത്. എന്താണ്? ഒരു വെബ് പോർട്ടലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങൾ, അല്ലേ? ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. എന്താണ്? ഉദ്ഗം പോർട്ടൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എന്നാണ്. ഡെപ്പോസിറ്റുകളല്ല, ഡെപ്പോസിറ്റ്സ് എന്താണ്? ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫോർമേഷൻ. ഉദ്ഗം പോർട്ടൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ എന്നതാണ് ഈ പറയുന്ന ഉദ്ഗം എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടാണ്. ബാക്കി വരുന്ന സഞ്ജയ, സാഖ്യ, സുലേഖ, സേവന, ഈ പറയുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗവേണൻസുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, അപ്പം നോക്കുക. അപ്പം ഗവേണൻസുമായി ബന്ധപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സോഫ്റ്റ്വെയറുകളാണ്. ഒന്നെന്താണ്? നമ്മുടെ സേവനയെക്കുറിച്ച് പറയാം. സേവന സിവിൽ രജിസ്ട്രേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്, സേവന പെൻഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. സിവിൽ രജിസ്ട്രേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്, സേവന പെൻഷൻ സോഫ്റ്റ്വെയറുകളുമുണ്ട്. ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിന് സർട്ടിഫിക്കറ്റ് നൽകുന്ന പാക്കേജാണ് ഈ പറയുന്ന സേവന സിവിൽ രജിസ്ട്രേഷൻ വഴി നടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ എന്താണ്? ഏത് സോഫ്റ്റ്വെയർ ആണ്? സേവന സിവിൽ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ ആണല്ലോ? അടുത്തത് സേവന പെൻഷൻ ആണ്. പെൻഷൻ മേഖലയുമായിട്ടാണ്. എന്തൊക്കെയാണ്? സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വഴി അവശ്യ വിഭാഗത്തിന് സഹായം എത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനാണ് സേവന പെൻഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഗവേണൻസ് സോഫ്റ്റ്വെയർ. അപ്പോൾ സിവിൽ രജിസ്ട്രേഷൻ ആണെങ്കിൽ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ മറ്റ് സാമൂഹിക പദ്ധതികൾ വഴി വരുന്ന പെൻഷനുകളൊക്കെ അവശ്യ വിഭാഗത്തിന് നൽകുന്നതാണ് ഈ പറയുന്ന സേവന പെൻഷൻ വഴി. ക്ലിയർ ആണല്ലോ? അടുത്തത് എന്താ? സുലേഖ പറയാം. സുലേഖ എന്താണെന്ന് ചോദിച്ചാൽ പദ്ധതി രൂപീകരണം, അതുപോലെ തന്നെ ആ പദ്ധതിയുടെ അംഗീകാരം, പദ്ധതി നിർവഹണം, പദ്ധതി പുരോഗതി രേഖപ്പെടുത്തൽ എന്നിവയിലേക്കുള്ളതാണ് ഏത് എന്ന് പറയുന്നത്? സുലേഖ. സുലേഖ എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ രൂപീകരണം, അതുപോലെ തന്നെ ആ പദ്ധതി അംഗീകരിക്കുന്നത്, ആ പദ്ധതിയുടെ പുതിയൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ആ പദ്ധതിയുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? സുലേഖ വഴിയാണ്. ഓക്കെ ആണല്ലോ? അപ്പം അതും എന്താണ്? ഗവേണൻസ് സോഫ്റ്റ്വെയറാണ് സുലേഖ. അപ്പം ഒരു ചോദ്യത്തിനകത്തുനിന്ന് തന്നെ നമുക്ക് 4-5 അഡീഷണൽ ഫാക്ട്സ് കിട്ടുകയാണ് അല്ലേ? ഓക്കെ, അടുത്തത് എന്താ? നമ്മുടെ സഞ്ജയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക്. സഞ്ജയ വസ്തു നികുതി, അതുപോലെ തന്നെ തൊഴിൽ നികുതി, വസ്തുവിൻ്റെ നികുതി അടയ്ക്കുക, തൊഴിൽ നികുതി, DO, PFA ലൈസൻസ്, എന്താണ് റെന്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തുടങ്ങിയ റവന്യൂ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിനാണ് സഞ്ജയ വഴി എന്താണ്? റവന്യൂ സംവിധാനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത്. ബിൽഡിങ്ങിൻ്റെ ടാക്സ്, അതുപോലെ തന്നെ വസ്തുവിൻ്റെ നികുതി, തൊഴിൽ നികുതി പോലുള്ളവയൊക്കെ എന്താണ് കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് ഏത് എന്ന് പറയുന്നത്?
സഞ്ജയ എന്ന് പറയുന്ന ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ. അടുത്തൊരു ഓപ്ഷൻ എന്തായിരുന്നു? സാഖ്യ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? വരവ് ചെലവ് കണക്കുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനായിട്ടുള്ള സാഖ്യ ആപ്ലിക്കേഷനാണ്. അക്രൂവൽ അടിസ്ഥാനത്തിൽ ഡബിൾ എൻട്രി ചെയ്തുകൊണ്ടാണ് ആ അക്കൗണ്ടുകൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു അക്കൗണ്ടിങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ആ മെത്തേഡിനെ കുറിച്ചൊന്നും വിശദമായിട്ട് പഠിക്കേണ്ട. നമുക്ക് എന്താണ് സാഖ്യ എന്ന് പഠിക്കുക. എന്താണ്? വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ചോദ്യം നമ്മുടെ എന്താണ് പ്രവാഹ സാരഥി എന്ന് പറയുന്ന ചോദ്യത്തെ ബേസ് ചെയ്ത് ഓപ്ഷനുകൾ വന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്രയും പോയിന്റുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വരുന്ന ഇ ഗവേണൻസിൻ്റെ സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കുക. അടുത്തത് RBIയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എന്താണ്? താഴെ തന്നിരിക്കുന്ന RBIയുടെ എന്താണ് പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ എന്താണ് 2023 ഒക്ടോബർ പ്രകാരം നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 2023 ഒക്ടോബർ പ്രകാരമാണ്. അപ്പം ഈ പറഞ്ഞ നിരക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് ഇപ്പോഴത്തെ നിരക്ക് പിന്നീട് പഠിക്കാം. റിപ്പോ നിരക്ക് തന്നിട്ടുണ്ട്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് തന്നിട്ടുണ്ട്, ക്യാഷ് റിസർവ് റേഷ്യോ തന്നിട്ടുണ്ട്, ബാങ്ക് നിരക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി എന്ന് പറയുന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. 2023 ഒക്ടോബർ അല്ലേ അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഇപ്പോഴത്തെ നിരക്കുകൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകണം. നമുക്ക് ആദ്യം എന്താണ് ഓരോന്നും റിപ്പോ നിരക്ക്, റിസർവ് റിപ്പോ അതെന്താണെന്ന് നോക്കാം. എന്താണ് റിപ്പോ നിരക്ക്? നിങ്ങൾക്ക് SCRTയുടെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ 10ാം ക്ലാസ്സിൽ SCRTയിൽ കൃത്യമായിട്ട് റിപ്പോയെക്കുറിച്ചും റിസർവ് റിപ്പോയെക്കുറിച്ചും അതുപോലെ തന്നെ കരുതൽ അനുപാതത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഒന്ന് നിങ്ങൾ കൃത്യമായി വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പം റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഹ്രസ്വകാലത്തേക്ക്, നിങ്ങൾ ആ ഒരു പോയിന്റുകൾ നോക്കുക. ഹ്രസ്വകാലത്തേക്ക് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? വാണിജ്യ ബാങ്കുകൾക്ക് എന്താണ് ഒരു ഈടിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തെങ്കിലും ഈടിൻ്റെ അടിസ്ഥാനത്തിൽ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഒരു ഹ്രസ്വകാലത്തേക്ക് വായ്പ നൽകും. അതിൻ്റെ പലിശയാണ് ഏതെന്ന് പറയുന്നത്? റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ എന്ന് പറയുന്നത്. അപ്പം റിപ്പോ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, പണനയവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. അപ്പം അതിനകത്ത് വരുന്ന പണത്തിൻ്റെ എന്താണ് നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ മാർക്കറ്റിലേക്ക് പണം കൂടുതലായിട്ട് പോവാതിരിക്കുക, കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ആരാ ചെയ്യുന്നത്? RBI ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോളിസി, ആ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് RBI റിവേഴ്സ് റിപ്പോ പോലെയുള്ള റേറ്റുകൾ വരുന്നത്. അപ്പം റിപ്പോ എന്താണ്? RBI ഹ്രസ്വകാലത്തേക്ക് ഈടിൻ്റെ അടിസ്ഥാനത്തിൽ വാണിജ്യ ബാങ്കുകൾക്ക് എന്ത് കൊടുക്കുന്നു? വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുന്നു. ആ വായ്പയുടെ പലിശയാണ് റിപ്പോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നോക്കുക, റിപ്പോ എന്ന് പറയുന്നത് RBI ബാങ്കുകൾക്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്നതാണ്. ഹ്രസ്വകാലത്തേക്കാണ് അതിന് ഈടുണ്ട് എന്ന് നോക്കാം. മറ്റൊന്ന് റിവേഴ്സ് റിപ്പോ ആണ്. റിപ്പോ പോലെ തന്നെ റിപ്പോ എന്ന് പറഞ്ഞു റിവേഴ്സ്. അപ്പം അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താണ്? RBI എന്ത് ചെയ്യാണ്? വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്നത് ഏതാണ്? റിപ്പോ ആണെങ്കിൽ വാണിജ്യ ബാങ്കുകൾ RBIയിൽ കുറച്ച് പൈസയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശ RBI പറയുകയാണ് നമ്മളൊരു റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്ന ഒരു റേറ്റിൽ പലിശ കൊടുക്കും. അപ്പോൾ ഇത്ര പലിശയ്ക്ക് എന്താണ് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? RBIയിലേക്ക് പണം നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് പണം എന്ത് ചെയ്യും? ബാങ്കുകൾ RBIയിൽ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു പലിശ കൊടുക്കണമല്ലോ, ആ പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഇപ്പോൾ റിപ്പോ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് RBI വായ്പ കൊടുക്കുന്നത്. അല്ലാതെ എന്താണ് ബാങ്കുകൾ RBIയിലേക്ക് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ എന്തെന്നാണ് പറയുന്നത്? നമ്മൾ റിവേഴ്സ് റിപ്പോ എന്നാണ് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ നമ്മുടെ SCRT ടെക്സ്റ്റിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ SCRTയുടെ ഡെഫിനിഷൻസ് കൂടി പഠിച്ചു പോകാം. നമ്മൾ എക്സാം ഒക്കെ വരുമ്പോൾ കൂടുതലും SCRT എന്നുള്ള ഫാക്ട്സ് ആണ് ചോദിക്കുന്നത്. അതുപോലെ എടുത്ത് PSC ഇടാറുണ്ട്. അപ്പോൾ അത് എന്താണ് SCRTയിൽ ഉള്ള കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും നമ്മൾ SCRT കണക്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് റിപ്പോ എന്താണ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് RBI മറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കുറച്ച് പൈസ വായ്പ എടുക്കുകയാണെങ്കിൽ അതിനെ റിവേഴ്സ് റിപ്പോ എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഓക്കെ, മറ്റൊന്ന് ബാങ്ക് റേറ്റ് എന്താണ്? ബാങ്ക് റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ RBI വാണിജ്യ ബാങ്കുകൾക്ക് യാതൊരു സെക്യൂരിറ്റിയും സൂക്ഷിക്കാതെ വായ്പ നൽകുന്ന നിരക്കാണ് ബാങ്ക് നിരക്ക്. അതായത് വാണിജ്യ ബാങ്കുകൾക്ക് ഇവിടെ നമ്മൾ റിപ്പോയിൽ എന്താ കണ്ടത്?
റിപ്പോയിൽ എന്താ കണ്ടത്? ബാങ്കുകൾ ഈടിൻ്റെ അടിസ്ഥാനത്തിൽ RBI വായ്പ കൊടുക്കുകയാണെങ്കിൽ അതിനെ എന്തെന്നാ പറയുന്നത്? റിപ്പോ നിരക്കെന്നാണ് പറയുന്നത്. അതൊരു ഹ്രസ്വകാലത്തേക്കാണ് കൊടുക്കുന്നത്. അതല്ല, ഈടുകളൊന്നുമില്ലാതെ എന്താണ് ബാങ്കുകൾക്ക് RBI വായ്പ കൊടുക്കുകയാണ്, അതൊരു ലോങ് ടേം പർപ്പസ്, ദീർഘകാലത്തേക്കാണെങ്കിൽ അതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത് രണ്ടും RBI ബാങ്കുകൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ റിപ്പോ എന്ന് പറയുന്നത് ഹ്രസ്വകാലവും ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടൈം, ദീർഘകാലവുമാണ് എന്നുള്ളത് നമ്മൾ ഒരു വ്യത്യാസം കൂടി മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? അപ്പം റിപ്പോ എന്താണ്, റിവേഴ്സ് റിപ്പോ എന്താണ്, ബാങ്ക് റേറ്റ് എന്താണ്? ഓപ്ഷൻ വേറൊന്നും കൂടി ഉണ്ടല്ലോ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് ബന്ധപ്പെടുന്ന വിശാലമായിട്ടൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്കിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക്? MSF എന്താണ്? അതായത് 2011 ഈ പറയുന്ന MSF എന്ന് പറയുന്നൊരു സംവിധാനം കൊണ്ടുവരുന്നത് 2011. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾ തമ്മിലുള്ള പണലഭ്യത പൂർണ്ണമായും വറ്റിപ്പോകുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്കുകൾ ഇന്റർ ബാങ്ക് വായ്പയൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു എല്ലാ സാധ്യതയും ഇല്ലാതാകുമ്പോൾ RBI എന്ത് ചെയ്യുകയാണ്? അടിയന്തര സാഹചര്യങ്ങളിൽ റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ ബാങ്കുകൾക്കൊരു ജാലകമായിട്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്? MSF അഥവാ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം എല്ലാ വായ്പാ സഹായങ്ങളും പൂർണ്ണമായും തീർന്നു പോകുമ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യാണ്? RBIയിൽ നിന്ന് പണം കടം വാങ്ങും. അപ്പോൾ അതിനൊരു നിരക്ക് വേണ്ടേ? ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? ഓവർനൈറ്റ്, അതായത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഓവർനൈറ്റ് ഫെസിലിറ്റി ഒക്കെയാണ് ഈ പറയുന്ന MSFൽ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ RBI എന്ത് ചെയ്യാണ്? ആ ഒരു പൈസ നൽകും. അപ്പോൾ അതിനെന്താണ്? ഒരു പലിശ ഉണ്ടാവുമല്ലോ. ആ പലിശയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ MSF, പിഴ നിരക്കാണ് MSF എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് RBI കൊടുക്കുന്ന ഒരു നിരക്കാണ്. 2011 മുതലാണ് ഈ പറയുന്ന MSF എന്ന് പറയുന്ന മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാന ജാലകമൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശാലമായിട്ട് ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട നിരക്കുകളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ നിരക്കുകൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഡെഫിനിഷൻസ് ഒന്ന് കൊടുത്തത്. നമുക്കിപ്പോൾ പ്രസൻറ്റ്, നമ്മുടെ ചോദ്യം 2023 ഒക്ടോബറിലായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ റേറ്റ് അറിയണ്ടേ? കറണ്ട് അഫെയർസുമായി ബന്ധപ്പെടുന്ന മാറി വരുന്നുണ്ട്. റിപ്പോയും റിവേഴ്സ് റിപ്പോ ഒക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം കറണ്ട്ലി എന്തൊക്കെയാണെന്ന് നോക്കാം. റിപ്പോ നിരക്ക് 5.5%. RBIയുടെ പ്രസൻറ്റ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എന്താണ്? 5.5%. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താണ്? 3.35%. 3.35% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് 5.75%. 5.75% മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് എന്ന് പറയുന്നത്. 5.75%. അടുത്തത് ബാങ്ക് നിരക്കാണ്. 5.75% ആണ്. ഹ്രസ്വകാലമാണെങ്കിൽ അതേതാണ്? റിപ്പോയാണ്. ദീർഘകാലത്തേക്കാണെങ്കിൽ അത് ബാങ്ക് റേറ്റ് ആണ്. റിപ്പോ എത്രയാണ്? 5.5% ആയിരുന്നുവെങ്കിൽ ബാങ്ക് റേറ്റ് എത്രയാണ്? 5.75% ആണ്. മറ്റൊന്ന് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. 3.75% ആണ്. 3.75% ഇത് ഇത്രയും കറണ്ട് പ്രസൻറ്റിലുള്ള റേറ്റുകളാണ് RBIയുടെ. റിപ്പോ 5.5%. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. റിപ്പോ എത്രയാണ്? 5.5% ആണ്. റിവേഴ്സ് റിപ്പോ എത്രയാണ്? 3.35% ആണ്. CRR എത്രയാണ്? 3.75 ആണ്. ബാങ്ക് റേറ്റ് എത്രയാണ്? 5.75. MSF അഥവാ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് എത്രയാണ്? 5.75. ഓക്കെ, അപ്പോൾ അത്രയും എന്താണ്? കറണ്ട് ഡേറ്റയാണ്. അപ്പം കറണ്ട് ഡേറ്റ ആ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായി പഠിച്ചു പോവാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ക്യാഷ് റിസർവ് അനുപാതം എന്താണ്? CRR, ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. എന്തെന്ന് പറയുന്നത്? CRR, ക്യാഷ് റിസർവ് റേഷ്യോ. കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വിശാലമായിട്ട് CRRനെ കുറിച്ച് പഠിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? എന്തിനെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പണപ്പെരുപ്പം കുറയ്ക്കുക, അതുപോലെ തന്നെ ധനക്കമ്മി കുറയ്ക്കുക, ദ്രവ്യത വർദ്ധിപ്പിക്കൽ, രൂപയുടെ മൂല്യം ശക്തിപ്പെടുത്തൽ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. എന്താണ് CRR? ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പം ക്യാഷാണ്, റിസർവ് ചെയ്യുന്ന എന്തോ ആണ്. ഇന്ന് നമ്മളിപ്പോൾ നമുക്ക് നോക്കാം. എന്താണ്? ബാങ്കുകൾ
നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിൻ്റെ അളവാണ്. അപ്പം എന്താണ്? കരുതൽ ധനമാണ്. ഇപ്പം വാണിജ്യ ബാങ്കുകളൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു നിക്ഷേപം ഉണ്ടാവും. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ എടുക്കുന്ന ബാങ്കുകളിലൊക്കെ എന്താണ്, നമ്മൾ ഡിപ്പോസിറ്റുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ബാങ്കിൽ വരുന്ന ഡിപ്പോസിറ്റുകൾക്ക് അനുപാതമായിട്ട് എന്താണ് RBI പറയുന്ന ഒരു റേറ്റിൽ എന്ത് ചെയ്യണം, ബാങ്കുകൾ RBIയിൽ എന്ത് ചെയ്യണം, കരുതൽ ധനമായി സൂക്ഷിക്കേണ്ടതിൻ്റെ പണത്തിൻ്റെ അളവിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ RBIയിൽ ബാങ്കുകൾ എന്താണ് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ക്യാഷ് റിസർവ് റേഷ്യോ ചിലപ്പോൾ RBI കൂട്ടും, ചിലപ്പോൾ RBI കുറയ്ക്കും. അപ്പോൾ എന്താണ് കുറയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്? നമ്മുടെ ചോദ്യം അത് തന്നെയല്ലേ, കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും എന്തിനെ ലക്ഷ്യമിടുന്നു? അപ്പം CRR എന്ന് പറയുന്നൊരു കരുതൽ ധന അനുപാതം കുറയ്ക്കുകയാണ്. RBI ഇത് കുറയ്ക്കുന്നു. CRR കുറയ്ക്കുമ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യണം, ആ പറയുന്ന എത്രയാണോ RBI പറയുന്നത് അത്രയുമാണ് എന്ത് ചെയ്യേണ്ടത്, കരുതൽ ധനമായി സൂക്ഷിക്കേണ്ടത്. അപ്പം വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂടുകയും ചെയ്യുന്നു. അപ്പം CRR കുറയ്ക്കുമ്പോൾ ബാങ്കിന് എന്ത് ചെയ്താൽ മതി, അതനുസരിച്ച് കുറച്ച് പണം RBIയിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി, റിസർവ് ചെയ്താൽ മതി. ബാക്കി പണം എവിടെ കിട്ടും? ബാങ്കുകളുടെ കയ്യിലുണ്ടാവും. ബാങ്കുകൾ ആ പണം എന്ത് ചെയ്യും, ലോണായിട്ട് കൊടുക്കും. അപ്പം നമുക്ക് കൂടുതൽ ലോൺ ഫെസിലിറ്റി, നമുക്ക് കുറച്ചും കൂടി ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും പൈസയുടെ കൂടി ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. അപ്പം ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ ലഭ്യത എന്ത് ചെയ്യുകയാണ്, അവിടെ ഉയരുകയാണ്. ലഭ്യത, ലിക്വിഡിറ്റി കൂടും അല്ലേ, പണത്തിൻ്റെ ലിക്വിഡിറ്റി അവിടെ കൂടും. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ ദ്രവ്യത എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ദ്രവ്യത വർദ്ധിക്കും അല്ലേ, പണത്തിന് എന്ത് ചെയ്യും, ലിക്വിഡിറ്റി കൂടും. അപ്പോൾ ദ്രവ്യത വർദ്ധിപ്പിക്കും. അങ്ങനെ ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പം CRR കുറയ്ക്കുന്ന സമയത്ത് ദ്രവ്യത വർദ്ധിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ലക്ഷ്യമിടുന്നത്. ഓപ്ഷൻ C ആണ് ആൻസർ. പണത്തിൻ്റെ ദ്രവ്യത കൂടും. ഓക്കെ ആണല്ലോ. ഇനി CRR കൂട്ടുകയാണെങ്കിലോ, CRR കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ബാങ്കിന് കുറച്ചധികം പണം എന്ത് ചെയ്യണം, RBIയിൽ നിക്ഷേപിക്കണം. അപ്പം നമുക്ക് ജനങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യും, പൈസ വരുന്നത് കുറയും, ലോൺ കിട്ടുന്ന അവൈലബിൾ ഫെസിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയും. അപ്പോൾ എന്ത് ചെയ്യും, വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയും. ഇത് വായ്പാ ലഭ്യത കുറയ്ക്കുകയും ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ CRRനെ കുറിച്ച് കൃത്യമായിട്ട് SCERTയിൽ പറയുന്നുണ്ട്. ഒരു പാരഗ്രാഫ് തന്നെ SCERTയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം CRR എന്ന് പറയുന്നത് എന്താണ്, റിസർവ് ചെയ്യുന്ന ബാങ്കുകൾ RBIയിൽ റിസർവ് ചെയ്യുന്ന പണമാണ്. ബാങ്കുകളുടെ നിക്ഷേപത്തിൻ്റെ ഒരു ശതമാനം എത്രയാണോ RBI പറയുന്നത് അത്രയും ശതമാനം എന്ത് ചെയ്യണം, RBIയിൽ നിക്ഷേപിക്കണം. ആ പണത്തിൻ്റെ നിരക്കിനെയാണ് എന്തെന്ന് പറയുന്ന അളവിനെയാണ് നമ്മൾ CRR എന്ന് പറയുന്നത്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും RBI. കുറയുമ്പോൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, കുറയുമ്പോൾ പണത്തിൻ്റെ ദ്രവ്യത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ് ലക്ഷ്യമിടുന്നത്. കുറയുന്ന സമയത്ത് ബാങ്കുകളുടെ കൈവശം പണം കൂടും. ബാങ്കുകൾ ആ പണം നമുക്ക് വായ്പയായിട്ട് നൽകും. CRR കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ബാങ്കുകൾ നമുക്ക് തരുന്ന വായ്പയുടെ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറവ് വരും. അപ്പോൾ നമ്മുടെ കൈവശമുള്ള പണത്തിന് കുറവ് വരും. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനായി ഫോം ചെയ്തിട്ടുള്ള ബാങ്ക് ഏതാണ് എന്നുള്ളതാണ്. അപ്പം ഗ്രാമീണ മേഖലയിലെ എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനായിട്ടുള്ള ബാങ്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കാനറ ബാങ്ക് ആണോ? അല്ല. മറ്റെന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. ഫെഡറൽ ബാങ്ക് അല്ല. ഏതാണ്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡാണ് ഗ്രാമീണ മേഖലയിലെ എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഗ്രാമീണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വികസനത്തിനുമായിട്ടുള്ള ബാങ്കാണ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് എന്ന നിലവിൽ വന്നിട്ടുള്ളത്. 1982 നബാർഡ് നിലവിൽ വരുന്നത്. 1982 ജൂലൈ മാസം 12-ാം തീയതി. അപ്പം കൃത്യമായി ഡേറ്റ് പഠിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC അത് ചോദിച്ചിട്ടുള്ളതാണ് നബാർഡുമായി ബന്ധപ്പെടുന്നത്. 1982 ജൂലൈ മാസം 12. കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതി പഠിച്ചപ്പോഴും നമ്മൾ നബാർഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം എന്നാ നിലവിൽ വന്നേ? 1982 ജൂലൈ മാസം 12-ാം തീയതി നബാർഡ് നിലവിൽ വരുന്നു. ഈ പറയുന്ന നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെടുന്ന കമ്മിറ്റിയെ ക്രാഫി കാർഡ് എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. ഷോർട്ട് ഫോം ക്രാഫി കാർഡ് എന്നാണ്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട. മറ്റൊരു പേര് ശിവരാമൻ കമ്മീഷൻ എന്നും അറിയപ്പെടും. എന്താണ്? നബാർഡിനെ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ശിവരാമൻ കമ്മീഷനാണ്. അദ്ദേഹം നേതൃത്വം നൽകിയ കമ്മീഷനായതുകൊണ്ട് ബി ശിവരാമൻ എന്ന് പറയുന്ന വ്യക്തി നേതൃത്വം നൽകിയതുകൊണ്ട് ശിവരാമൻ കമ്മീഷൻ. ആ കമ്മിറ്റിയുടെ പേര് ക്രാഫി കാർഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കാം.
നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെടുന്ന കമ്മിറ്റി ഏതാണ് എന്നുള്ളത് നോക്കുക. അങ്ങനെ ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 82-ൽ നബാർഡ് രൂപീകരിക്കുന്നു. ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് ആസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൽ റീജിയണൽ ഓഫീസ് ഉണ്ട്, അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പം മുംബൈയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നബാർഡിൻ്റെ. കേരളത്തിൽ അതിൻ്റെ ഓഫീസിൻ്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ ആണല്ലോ. അപ്പം നബാർഡുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഇനി മറ്റൊരു ബാങ്ക് ഉണ്ട് നമുക്ക്, അതായത് ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസന പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിൽ ആരംഭിച്ച ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളാണ് ഗ്രാമീൺ ബാങ്കുകൾ. ഓക്കെ, ഗ്രാമീൺ ബാങ്ക് ഉണ്ട്. എന്താണ് ഗ്രാമീൺ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഗ്രാമീൺ ബാങ്കാണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സാമ്പത്തിക വികസനത്തിനായിട്ട് ഗ്രാമീൺ ബാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരള ഗ്രാമീൺ ബാങ്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അത്തരത്തിൽ ഗ്രാമങ്ങളിൽ ബാങ്കുകൾ വേണം, അത്തരത്തിലുള്ള ബാങ്കുകൾ വേണം എന്ന് ആ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അറിയപ്പെടുന്നത് നരസിംഹം കമ്മിറ്റി എന്നാണ്. അങ്ങനെ 1975-ലാണ് ആ ഒരു കമ്മിറ്റി നിലവിൽ വരുന്നത്. ഓക്കെ, നരസിംഹം കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ്? ഗ്രാമീൺ ബാങ്കിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ 1976-ലാണ് റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് വരുന്നത്. ആ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഗ്രാമീൺ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്. നരസിംഹം കമ്മിറ്റി 1975-ലെ കമ്മിറ്റിയാണ്. കേരളത്തിൽ ഗ്രാമീൺ ബാങ്കിലെ കേരള ഗ്രാമീൺ ബാങ്ക് 2013-ലാണ് കേരള ഗ്രാമീൺ ബാങ്ക് ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ രൂപീകരിച്ചിട്ടുള്ളത്. 2013 ജൂലൈ മാസം 8-ാം തീയതി. ഈ പറയുന്ന 2013 മുന്നേ എന്തായിരുന്നു? നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, അങ്ങനെ 2 ബാങ്കുകളായിരുന്നു. അത് രണ്ടും കൂടെ ലയിച്ചാണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന രൂപീകരിച്ചത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറത്താണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പം നമ്മൾ നബാർഡുമായി ബന്ധപ്പെടുന്ന കാര്യം നോക്കി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഗ്രാമീൺ ബാങ്ക് അഥവാ റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വാണിജ്യ ബാങ്കുകളുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വീണ്ടും ഞാൻ പറയുന്നു, ഇതേ ടോപ്പിക്ക് SCERT 10th ചാപ്റ്ററിലുണ്ട്. എന്താണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ അത് ശരിയാണ്. വായ്പകൾ നൽകുന്നുണ്ട്. നമ്മൾ ലോൺ എടുക്കുന്നത് എവിടെ നിന്നാണ്? വാണിജ്യ ബാങ്കുകളിൽ നിന്നാണ്. ലോക്കർ സംവിധാനമുണ്ട് അല്ലേ? നമ്മൾ സ്വർണ്ണമൊക്കെ കൊണ്ട് ലോക്കറിലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ലോക്കർ സംവിധാനങ്ങളുണ്ട്. ബി ഓപ്ഷൻ പണം അച്ചടിച്ചിറക്കുന്നു എന്നുള്ളതാണ്. പണം അച്ചടിച്ചിറക്കുന്നത് ആരാണ്? RBI ആണ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ, 2ാമത്തെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചല്ലേ, RBIയുടെ ധർമ്മത്തിൽ പ്രധാനമാണ് എന്താണ്? കറൻസി അച്ചടിക്കുന്നതുമായി ബന്ധപ്പെടുത്തത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് വാണിജ്യ ബാങ്കുകളെന്ന് SCERT കൊടുത്തിട്ടുണ്ട്. ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതിയുള്ളതും. അപ്പോൾ ബാങ്കിങ് സേവനം നൽകണമെന്ന് ആര് അനുവദിക്കണം? RBI അല്ലേ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ RBIയുടെ അനുമതിയുള്ളതും 1934-ലെ RBI ആക്ടിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമായ ബാങ്കുകളെയാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. RBI ആക്ടിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. പൊതുമേഖലാ ബാങ്കുകളുണ്ട്, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക്, ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? വാണിജ്യ ബാങ്കിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് SCERTയുടെ ഒരു പാരഗ്രാഫിനകത്ത് കൃത്യമായിട്ട് ആ ഒരു വാണിജ്യ ബാങ്കിങ് എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന ഫാക്ടേഴ്സാണ് ഈ പറയുന്ന എല്ലാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും വാണിജ്യ ബാങ്കുകൾ എന്താണ്? RBIയുടെ അനുമതി വേണ്ടേ? വേണം. RBI ആക്ടിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കണം. കാരണം SCERT ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വരുന്ന എല്ലാ ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാക്ട് കൂടി പഠിച്ച് വെച്ചിട്ട് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. PSCക്ക് എങ്ങനെ വേണോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാണിജ്യ ബാങ്കുകളിൽ ധർമ്മങ്ങളില്ലേ? RBIക്ക് നമ്മൾ പഠിച്ചതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകളിലെ ധർമ്മങ്ങളെക്കുറിച്ചും SCERT പറയുന്നുണ്ട്. എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക. ഓക്കെ, പൊതുജനങ്ങൾ എവിടെയായിട്ടാണ് ബന്ധപ്പെടുന്നത്? വാണിജ്യ ബാങ്കുകളുമായിട്ടാണ്. നമ്മൾ ഡയറക്റ്റ് RBIയിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പം നമുക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, നമുക്ക് ആവശ്യമുള്ള സമയത്ത് വായ്പകൾ നൽകുക, ഇതൊക്കെ ആരുടെ ധർമ്മമാണ്? നമ്മുടെ നമ്മുടെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമാണ്. ഓക്കെ,
അടുത്തത് സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. അല്ലേ, നമ്മൾ സേവിങ്സ് ഒക്കെ സുരക്ഷിതമായിട്ട് സേവ് ചെയ്യുന്നത് ബാങ്കിൽ കുറച്ച് പൈസ കൊണ്ട് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു സുരക്ഷിതത്വം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കർ സംവിധാനങ്ങളും അതുപോലെ തന്നെയല്ലേ. നമ്മൾ എന്തിനാണ് ബാങ്ക് ലോക്കറിൽ കൊണ്ട് വെക്കുന്നത്, അവിടെ അത് സുരക്ഷിതമായിട്ടിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം സുരക്ഷിതമായ സമ്പാദ്യങ്ങളുടെ സുരക്ഷിതമായ ഇടമായി പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളായി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു. അല്ലേ, ഇപ്പം നമ്മൾ നിക്ഷേപത്തിലൂടെ ബാങ്കുകൾക്ക് കിട്ടുന്ന പണം എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള വായ്പകളായിട്ട് ബാങ്കുകൾ നൽകുന്നുണ്ട്. ഇതൊക്കെ ആരുടെ ധർമ്മങ്ങളാണ്, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. ഓക്കെ, പണം സ്വീകരിക്കുക, വായ്പകൾ നൽകുക, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ സുരക്ഷിത ഇടങ്ങളായിട്ട് മാറുക, അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ നിക്ഷേപങ്ങൾ വാങ്ങുക, അതുപോലെ അതിനനുസരിച്ച് സംരംഭങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നു, വായ്പകൾ നൽകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടുന്നത്. കറൻസി അച്ചടിക്കുന്നത് വാണിജ്യ ബാങ്ക് അല്ല. അതുകൊണ്ട് എന്തല്ല, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഉത്തരം ഏതായിരുന്നു, പണം അച്ചടിച്ചിറക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യത്തിൻ്റെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആയിരുന്നു തെറ്റായിട്ടുള്ള ധർമ്മത്തിൽ തെറ്റായിട്ടുള്ളൊരു ഓപ്ഷൻ. അതുകൊണ്ട് അത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ബാങ്ക് ലയനവുമായി ബന്ധപ്പെടുത്ത ചോദ്യമാണ്. അപ്പോൾ 2021 20 ഏറ്റവും ഒടുവിൽ ലയനം നടക്കുന്നത് എങ്കിലും 21 അത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പം പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേതാണ് ശരി എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഓപ്ഷൻ നോക്കാം. 1, മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തേത്, ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും 2021 കാനറ ബാങ്കിൽ ലയിച്ചു. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് എന്താണ്, ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിച്ചത് 2021 ഈ ലയന പ്രക്രിയയുടെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിച്ചത് 2021 ഈ ലയന പ്രക്രിയയുടെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളതാണ്. അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടെ ഓപ്ഷൻ എ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓൺലി 1 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിലവിൽ നമ്മൾക്ക് എത്ര പൊതുമേഖലാ ബാങ്കുകളുണ്ട് അറ്റ് പ്രസൻറ്റ്? 12 ബാങ്ക് ലയനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 12 ബാങ്കുകളാണ് നിലവിൽ നമുക്കുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം. എത്രയാണ്? 12 ബാങ്കുകളാണ് നിലവിലുള്ളത്. 2019 2020 ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി ആരാണ്? ശ്രീമതി നിർമ്മല സീതാരാമനാണ്. നമുക്ക് 2019 ഒരു ബാങ്ക് ലയനം ഉണ്ടായിരുന്നു, 2020 ബാങ്ക് ലയനം ഉണ്ടായിരുന്നു. ഈ സമയത്ത് പ്രഖ്യാപിച്ച ധനകാര്യ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നിർമ്മല സീതാരാമനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യം നോക്കുക. ഇവിടെ ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് കേട്ടോ ലയിച്ചിട്ടുള്ളത്, കാനറ ബാങ്കിലല്ല. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ടത്. ആ ബാങ്ക് ലയനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് കൃത്യമായി പഠിക്കണം. കാരണം ഇങ്ങനെ മിക്സാക്കി ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. എന്താ ശരി, 2021 ഏതൊക്കെയാണ്, 2019 ഏതൊക്കെയാണ് എന്നുള്ളതൊരു കൺഫ്യൂഷൻ വരും. ആ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ 2 ബാങ്ക് ലയനവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം നിലവിൽ 12 പൊതുമേഖലാ ബാങ്കുകളുണ്ട്. നമുക്ക് ലയനവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ നോക്കാം. 2019 ആദ്യം ലയനം വരുന്നത്. 2019 ഏപ്രിൽ മാസം 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ ബാങ്കും ധന ബാങ്കും എവിടെ പോയി? ബാങ്ക് ഓഫ് ബറോഡയിൽ പോയി. വിജയ ബാങ്ക്, ധന ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ലയിപ്പിച്ചു 2019. പിന്നീട് നടന്നത് 2020 ഏപ്രിൽ 1 ഈ പറയുന്നതാണ് ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ബാങ്ക് ലയനം എന്ന് പറയുന്നത്. 2020 ഏപ്രിൽ 1 ലയനം പ്രഖ്യാപിച്ചത്. അതിനുശേഷം 2021 കൂടിയാണത് പ്രാബല്യത്തിലേക്ക് വരുന്നത്, എല്ലാം ലയനം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പഞ്ചാബ് നാഷണലിലേക്ക് ലയിപ്പിച്ച ബാങ്കുകൾ 1 ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടി പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിപ്പിച്ചു.
ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഏത് ബാങ്കിലേക്ക് ലയിപ്പിച്ചു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. ഇത് 2020 ഏപ്രിൽ 1 പ്രഖ്യാപിച്ചതാണ്. നമ്മുടെ ഓപ്ഷനിൽ എന്തായിരുന്നു? കാനറ ബാങ്കിലേക്ക് ലയിപ്പിച്ചു എന്നുള്ളതായിരുന്നു. ഓക്കെ, അടുത്തത് സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലേക്ക് ലയിപ്പിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലേക്ക് ലയിപ്പിച്ചു. അലഹാബാദ് ബാങ്ക് എന്ത് ചെയ്തു? ഇന്ത്യൻ ബാങ്കിലേക്ക് ലയിപ്പിച്ചു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലേക്ക് ലയിപ്പിച്ചു. സിൻഡിക്കേറ്റ് കാനറയിലേക്ക് പോയി, അലഹബാദ് ഇന്ത്യൻ ബാങ്കിലേക്ക് പോയി, ആന്ധ്രയും കോർപ്പറേഷനും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പോയി, പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഓറിയന്റൽ ബാങ്കും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പോയി. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെ 2020 ലയനം നടത്തിയ ബാങ്കുകളാണ്. 19 വിജയ ബാങ്കും ധനബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് പോയി. ഓക്കെ ആണല്ലോ. മറ്റൊരു പ്രധാന കാര്യം, SBIയുടെ ലയനം സംഭവിച്ചിട്ടില്ലേ? അത് 2017 2017 ഏപ്രിൽ മാസം 1 തീയതിയാണ് SBIയുടെ ലയനം നടക്കുന്നത്. ആ ലയനം നടക്കുന്ന സമയത്ത് SBIയുടെ 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും കൂടി എന്ത് ചെയ്യാണ്? SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. അതും കൂടി നമ്മൾ നോക്കുക. 2017 ഏപ്രിൽ മാസം 1 തീയതിയാണ് SBIയുടെ 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എവിടേക്ക് ലയിക്കുന്നത്? SBIയിലേക്ക് ലയിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട ലയനങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ ആ ഒരു ചോദ്യം, ഈ പറയുന്ന ബാങ്ക് ലയനങ്ങളുടെ ഒരു പട്ടിക നമുക്ക് കൃത്യമായിട്ട് അറിയുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മളത് കുറച്ചും കൂടി ഒന്ന് ഇരുന്ന് ആൻസർ ചെയ്യേണ്ട ചോദ്യമാണ് അല്ലേ? പൊതുമേഖലാ ബാങ്കുകളുടെ ലയനവുമായി ബന്ധപ്പെട്ടത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. മറ്റൊരു ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ. പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതയെക്കുറിച്ച് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുണ്ട്, ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല. ഇതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് വായിക്കാം. പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഒന്നെന്താ പറയുന്നത്? 1 ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ പേയ്മെൻറ്റ് ബാങ്കുകൾ തുടങ്ങിയ സമയത്ത് 1 ലക്ഷം രൂപ വരെ എന്നുള്ളതായിരുന്നു. പക്ഷെ 2021 ആയപ്പോഴേക്കും അത് 2 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. 1 എന്നുള്ളത് 2 ലക്ഷമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവ വായ്പ നൽകുന്നു. ഇവർ വായ്പ നൽകുന്നുണ്ടോ? ഇവർ വായ്പ നൽകുന്നില്ല. പേയ്മെൻറ്റ് ബാങ്കുകൾ വായ്പ നൽകുന്നില്ല. ഡെബിറ്റ് കാർഡ് നൽകുന്നില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡെബിറ്റ് കാർഡ് അവർ നൽകുന്നുണ്ട്. 4ാമത്തെ ഓപ്ഷൻ, നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പേയ്മെൻറ്റ് ബാങ്കുകൾ, അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിന് പലിശ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത്. ശരിക്കും ഇവിടെ അവർ പ്രൊവിഷണൽ ഓപ്ഷൻ D ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ 1 ലക്ഷം രൂപ എന്നുള്ളത് നിലവിൽ 2021 അത് മാറിയിട്ടുണ്ട്, 2 ലക്ഷം രൂപയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫൈനൽ ആൻസർ കീഴിൽ എന്ത് വരും എന്നറിയില്ല. അപ്പോൾ നിലവിൽ അത് 2 ലക്ഷം രൂപയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ എന്താണ് പേയ്മെൻറ്റ് ബാങ്കുകൾ? അല്ലേ, നമ്മൾ ആൻസർ പഠിക്കുന്നതോടൊപ്പം എന്താണ് ഈ ബാങ്കുകളെന്ന് അറിയണമല്ലോ. അപ്പോൾ ചെറുകിട സംരംഭങ്ങൾ, കുറഞ്ഞ വരുമാനമുള്ള ഉപഭോക്താക്കൾ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവർക്ക് സുരക്ഷിതവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ പേയ്മെൻറ്റ് സാമ്പത്തിക സേവനങ്ങൾ നൽകുക. അപ്പം ചെറുകിട സംരംഭകരെയും അതുപോലെ തന്നെ കുറഞ്ഞ വരുമാനമുള്ള ആളുകളെയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപിക്കുന്നത്? പേയ്മെൻറ്റ് ബാങ്കുകൾ സ്ഥാപിക്കുന്നത്. അവരുടെ സാമ്പത്തിക സേവനങ്ങൾ ഈ പറയുന്ന പുതിയ ചെറിയ സംരംഭകരുടെയും അതുപോലെ തന്നെ കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്കും അവർക്ക് കുടിയേറ്റ തൊഴിലാളികൾ എന്നിവർക്ക് സുരക്ഷിതമായിട്ടും വളരെ സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായിട്ട് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ, സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കുന്നതിനാണ് ഇന്ത്യയിൽ പേയ്മെൻറ്റ് ബാങ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ബാങ്കുകളെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, ഇത് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ നച്ചികേത് മോർ കമ്മിറ്റിയാണ്. നച്ചികേത് മോർ കമ്മിറ്റിയാണ് ഈ പറയുന്ന പേയ്മെൻറ്റ് ബാങ്കുകൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ അധ്യക്ഷൻ്റെ പേര് നച്ചികേത് മോർ ആണ്. ഓക്കെ, ഇപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുകൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നച്ചികേത് മോർ ആണ്. അത് പഠിക്കണം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഏറ്റവും കുറഞ്ഞ മൂലധനം 100 കോടി രൂപയാണ്. പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഏറ്റവും കുറഞ്ഞ മൂലധനം എന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. 2021 ഏപ്രിൽ മുതൽ 2 ലക്ഷം രൂപയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം. ഒരു വ്യക്തിയിൽ നിന്ന് പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എന്ന് പറയുന്നത്
ഇത് പരമാവധി നിക്ഷേപം, മാക്സിമം നിക്ഷേപം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ചോദ്യത്തിൽ വന്നത്. നമ്മുടെ ചോദ്യത്തിൽ 1 ലക്ഷം എന്നുള്ളതായിരുന്നു കൊടുത്തിരുന്നത്. നിലവിൽ അതെന്താണ്? 2021 ഏപ്രിൽ തൊട്ടത് 2 ലക്ഷം രൂപയാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. അതുപോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് എന്താണ് പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്ക്, ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നൊരു IPPB എന്ന് പറയുന്ന പേയ്മെൻറ്റ് ബാങ്ക് ഇന്ത്യ പോസ്റ്റിനുണ്ട്. അതും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 2021 മാറിയ നിക്ഷേപ പരിധി നമ്മൾ കണ്ടു. കമ്മിറ്റി നച്ചികേത് മോർ കമ്മിറ്റി ആയിരുന്നു. കുറഞ്ഞ മൂലധനം 100 കോടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ചെറുകിട സംരംഭകർ, അതുപോലെ തന്നെ എന്താണ് കുടിയേറ്റ തൊഴിലാളികൾ, അതുപോലെ കുറഞ്ഞ വരുമാനമുള്ള ആളുകളിലേക്ക് അവരുടെ പേയ്മെൻറ്റ് സംവിധാനങ്ങൾക്ക് കുറച്ചും കൂടി സേവനങ്ങൾ നൽകുന്നതിനായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയിൽ പേയ്മെൻറ്റ് ബാങ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് പേയ്മെൻറ്റ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യമാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. 3 പ്രസ്താവന തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാകുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ലക്ഷ്യം. അപ്പോൾ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക, അല്ലെ? എല്ലാവരിലേക്കും ബാങ്കിങ് സംവിധാനങ്ങൾ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ്. ശരിയാണ്. അടുത്തത്, ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക മാനദണ്ഡങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റൊന്ന്, ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നത് എക്സിം ബാങ്ക്. എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മുടെ ഈ പറയുന്ന തന്നിരിക്കുന്ന പ്രസ്താവനയിൽ 1ഉം 3ഉമാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെബി എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നത് സെബിയാണ്. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് സെബിയുടെ ആസ്ഥാനം വരുന്നത്. സെബിയുടെ ചെയർമാൻ, നിലവിലെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ ആണ്. തുഹിൻ കാന്ത പാണ്ഡെ ആണ് സെബിയുടെ ചെയർമാൻ. അപ്പം സെബിയുമായി ബന്ധപ്പെടുന്ന പ്രധാന കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെടുന്ന സ്റ്റോക്ക് മാർക്കറ്റുകളെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് സെബി. ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെ ആണ് സെബിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? ബോംബെ ആണ്. ഓക്കെ, ബോംബെ ആണ്, മുംബൈയിലാണ് സെബിയുടെ ആസ്ഥാനം. മറ്റൊരു ബാങ്ക് നമ്മൾ പഠിച്ചത് എക്സിം ബാങ്ക് ആണ്. എക്സിം ബാങ്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിന്റെ പ്രത്യേകത? രാജ്യത്തെ മുൻനിര കയറ്റുമതി ധനകാര്യ സ്ഥാപനമാണ്. അപ്പം കയറ്റുമതി ഇറക്കുമതി മേഖലയിലെ ധനകാര്യ കാര്യങ്ങളെയൊക്കെ നോക്കുന്നതായിട്ടാണ് ഈ പറയുന്ന എക്സിം ബാങ്കുകൾ വരുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ആണ്. അപ്പോൾ എന്താണ്? 1981 എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1982 ജനുവരി മാസം 1-ാം തീയതി സ്ഥാപിതമായി. എക്സ്പോർട്ട് ഇമ്പോർട്ട് ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ ഒരു ബാങ്കിന്റെ പ്രത്യേകത. 1982 ജനുവരി മാസം 1-നാണ് ഏത് ബാങ്ക് സ്ഥാപിച്ചത്? എക്സിം ബാങ്ക് സ്ഥാപിക്കുന്നത്. അതിനൊരു ആക്ട് തന്നെ ഉണ്ട്. 81-ലാണ് ആക്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം 81-ൽ ആക്ട് വരുന്നു, 82-ൽ എക്സിം ബാങ്ക് ഫോം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. അത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. മറ്റൊന്ന്, പ്രധാനമന്ത്രി ജൻധൻ യോജന. നമ്മൾ ഒരുപാട് വട്ടം പഠിച്ചിട്ടുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതി. ആരംഭിക്കുന്നത് 2014 ഓഗസ്റ്റ് മാസം 28-ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നുള്ളതാണ് പദ്ധതി. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി വന്നിട്ടുള്ളത്. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാവരെയും ബാങ്കിങ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക, താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിങ് ശീലം വളർത്തുക. പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? എല്ലാവരും ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിവ് കൊടുക്കുക എന്നുള്ളതൊരു ലക്ഷ്യമാണ്. സേവനങ്ങളുടെ പരിധിയിലേക്ക് നമ്മളെല്ലാവരും ബാങ്കിൻ്റെ സേവനങ്ങളുടെ പരിധിയിലേക്ക് വരിക, താഴ്ന്ന വരുമാനമുള്ള ആൾക്കാർക്ക് പോലും സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക,
അതുപോലെ തന്നെ സാമ്പത്തിക സാക്ഷരത. എന്താണ്, നമുക്ക് സാമ്പത്തിക സാക്ഷരതയുള്ള ആളുകളാക്കി ജനങ്ങളെ മാറ്റുക, അതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ബാങ്കിങ് ശീലം വളർത്തുക എന്നുള്ളതാണ്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ ഒരുപാട് സേവിങ്സ്, സീറോ ബാലൻസ് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരിലേക്കും ബാങ്കിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 2014 ഏത് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്? പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ സെമിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നോക്കി, എക്സിം ബാങ്ക് നോക്കി, പ്രധാനമന്ത്രി ജൻധൻ യോജന നോക്കി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ RBIയുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2, 3, 4, 5, 6 ചോദ്യങ്ങൾ നമ്മൾ RBIയുമായി ബന്ധപ്പെടുന്ന, RBIയുടെ ധർമ്മങ്ങളുമായി ബന്ധപ്പെടുന്ന, പോളിസിയുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ കണ്ടു. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ്. കൂടാതെ നമ്മുടെ വാണിജ്യ ബാങ്കുകളെ കുറിച്ച് പഠിച്ചു, പേയ്മെന്റ് ബാങ്കുകളെ കുറിച്ച് പഠിച്ചു, കറണ്ട് അഫെയർസുമായി റിലേറ്റ് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. കണക്റ്റഡ് ഫാക്ട്സുകൾ കൃത്യമായി നോട്ട് ചെയ്ത് SCRT ഫാക്ട്സ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.